നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ ഭയങ്കര പെട്രോളിന്റെ മണമാണല്ലോ. ഇതിപ്പോ എവിടുന്ന് വന്നതാ? അതെ, നിങ്ങൾ എല്ലാരും ഇവിടെ നിൽക്കേ. എന്താന്ന് ഞാൻ പോയി നോക്കിട്ട്. പേടിക്കാനൊന്നുമില്ല. തറയിരുന്ന ഒരു പെട്രോൾ ക്യാൻ മറിഞ്ഞതാ. ഓ, തറയിൽ അപ്പടി പെട്രോൾ ആയിട്ടുണ്ട്. അതിന്റെ സ്മെല്ലാ. അത് കുഴപ്പമില്ല, നമുക്ക് ക്ലീൻ ചെയ്യാം. വാ, നിങ്ങൾ വാ. പ്രതാപ, എന്റെ ജീവിതത്തില് ആദ്യമായിട്ടൊരു പരാജയ ഭീതി എനിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. ചേച്ചി, നമ്മൾ തിരിച്ചറിയുന്നതിനൊക്കെ അപ്പുറമാണ് പാർവതി. പ്രതാപ, അവൾ എന്ത് വിചാരിക്കുന്നുവോ അത് നടന്നിരിക്കും. അവളുടെ ആഗ്രഹം പോലെയാണ് പ്രകൃതി പോലും പെരുമാറുന്നത്. അതാണ് എനിക്ക് അതിശയം. ഓരോന്ന് കണ്ട് ഞാനും അന്തം വിട്ടിരിക്കുക ചേച്ചി. നമ്മൾ ഈ ഗ്രാമത്തിന്റെ അതിർത്തി കിടക്കുമ്പോ ഈ വീട് മുഴുവൻ കത്തിരിയുമെന്നും അതോടൊപ്പം നമുക്കെതിരെയുള്ള എല്ലാ തെളിവുകളും എരിഞ്ഞ് ചാമ്പലാവുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ആ കണക്കുകൂട്ടലിലാണ് എല്ലാം പ്ലാൻ ചെയ്തത്. പക്ഷെ അത് നടപ്പിലാകും മുമ്പ് ആ നശിച്ച ബോർഡ് കാറ്റടിച്ച് താഴെ വീണു. പ്രതീക്ഷകളൊക്കെ തകർന്നു വീണത്. അവൾക്ക് ദൈവിക ശക്തികളുണ്ടെന്ന് ഉറപ്പാണ് ചേച്ചി. അതുകൊണ്ടാ നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് സാഹചര്യങ്ങൾ അവൾക്ക് അനുകൂലമാവുന്നത്. നമ്മളിനി എന്ത് ചെയ്യും ചേച്ചി? വീട് കത്തിക്കൽ എന്തായാലും നടക്കില്ല. പകരം ഇനി ഏതാണ്ട് 24 മണിക്കൂർ ഈ വീട്ടിനുള്ളിൽ എല്ലാവരും ഉണ്ടായിരിക്കും. അത്രയും സമയത്തെ സാവകാശം നമുക്കുണ്ട്. അതിനിടയില് പലയിടത്തും തിരഞ്ഞ് പാർവതി ആ വിരലടയാളം കണ്ടെത്താനും ശ്രമിക്കും. അതെന്തായാലും ഉറപ്പാ. അവളെ അതിന് അനുവദിക്കരുത്. ഒന്നിനു പിറകെ ഒന്നായി പല ജോലികളും കൊടുത്ത് വിശ്രമമില്ലാതെ അവളെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കണം. ജോലി തിരക്കിലായാൽ അവൾക്ക് പിന്നെ വിരലടയാളം കണ്ടെത്താൻ കഴിയില്ലല്ലോ. അവൾ ആ വിരലടയാളം ഒരു കാരണവശാലും കണ്ടെത്തരുത്. നീ എന്താ ആലോചിക്കുന്ന പാറു? പുറത്തു നിന്ന് ആളുകൾ വന്ന് ഈ വീടിന് തീ വെക്കണമെങ്കിൽ അവർക്ക് തീർച്ചയായും ഒരു ലക്ഷ്യം ഉണ്ടാവണമല്ലോ. അതെ, ഉണ്ടാവും. അവരുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, ദേവമ്മയുടെ വിരലടയാളം തന്നെയാ. നമ്മളെ വിരലടയാളം തിരയുന്നത് അവരറിഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ടാ അവരത് നശിപ്പിക്കാൻ നോക്കിയത്. ഇപ്പോ യാത്ര തടസ്സപ്പെട്ടത് വെറുതെ അല്ലെന്ന് എനിക്ക് വ്യക്തമായി. ദൈവമ്മയുടെ വിരലടയാളം ഇവിടെ തന്നെയുണ്ട്. അത് ഉറപ്പായി. എന്റെ ഊഹവും അത് തന്നെ പാറു. ഞാനത് നിന്നോട് പറയാൻ വരെയായിരുന്നു. കള്ളൻ കപ്പലില് തന്നെ മണിക്കുട്ട. അതും എനിക്ക് തോന്നി. നീ ആരെയാ ഉദ്ദേശിക്കുന്നേ? മറ്റാര്? ഇത് പ്രഭാവതി അമ്മയുടെ പണിയാ. അവര് തന്നെയാ വീട് കത്തിക്കാൻ ആളെ ഏർപ്പാടാക്കിയത്. അതില് നിനക്കെന്താ ഇത്ര ഉറപ്പ്? അതിന് കാരണങ്ങളുണ്ട് പാറു. നീയും വിശാൽ സാറും ഈ വീട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോ പ്രഭാവതി അമ്മ അന്ന് നിങ്ങളെ തടഞ്ഞത് ഓർമ്മയില്ലേ? അതെന്തിനായിരിക്കും? ഇവിടെ നിന്ന് ഗായത്രി അമ്മയുടെ വിരൽ അടയാളം കണ്ടെത്തുമോ എന്ന പേടി കൊണ്ടാണ് അന്ന് അവർ നിങ്ങളെ തടഞ്ഞത്. അത് മാത്രോ, മാജിക് ബോക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോ തന്നെ അവർ വല്ലാതെ ആദി പിടിക്കുന്ന നീ കണ്ടിട്ടില്ലേ? പിന്നെ അവർ ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ കൂടെ വരികയും ചെയ്തു. അതിനു പിന്നിലും നിങ്ങൾ വിരൽ അടയാളം കണ്ടുപിടിക്കുമെന്നുള്ള പേടി തന്നെയാ. ഇതുവരെ നടന്നതൊക്കെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോ എല്ലാത്തിനും ചരട് വലിക്കുന്നത് പ്രഭാവതി അമ്മ തന്നെയാണെന്ന് നിനക്ക് മനസ്സിലാവും. ഞാനും പാർവതിയും കൂടി അമ്മയുടെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അതിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വിശാൽ, എന്നാ ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. നിങ്ങൾ രണ്ടാളും കൂടി ഇവിടുന്ന് പോയാ ഈ വീട് ഉറങ്ങിയതുപോലെ ആവും. എനിക്കത് വലിയ മടുപ്പും ബോറടിയും ആവും. നിങ്ങളോടൊപ്പം ഞാനും വന്നാ അത് മാറിക്കിട്ടുമല്ലോ. ഈ സ്ഥിതിക്ക് ദൈവമ്മയുടെ മരണത്തിന് പിന്നിലും പ്രഭാവതി അമ്മ തന്നെയെന്ന് ഉറപ്പിക്കാമോ? മണിക്കുട്ട, നീ പറഞ്ഞ കാര്യം ഞാൻ വിശാൽ സാറിനോട് പറഞ്ഞിട്ട് വരാം. വീടിന് അരയ്ക്കോ ചേർന്ന് തീ വെക്കാൻ ശ്രമിച്ച വിവരം സാറിന് അറിയില്ലല്ലോ. വേണ്ട വേണ്ട, ഇപ്പൊ വിശാൽ സാറിനെ ഒന്നും അറിയിക്കണ്ട. അമ്മയുടെ ഓർമ്മകളുള്ള ഈ വീട് ആരോ കത്തിക്കാൻ ശ്രമിച്ചെന്ന് നീ സാറിനോട് പറഞ്ഞാൽ സാറിന് അത് സഹിക്കാനാവില്ല. സാറിന്റെ മനസ്സ് നിനക്കറിയില്ലേ പാറു? ഏതായാലും വീട് കത്തി നശിച്ചില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം ഇത് നീ മാത്രം അറിഞ്ഞിരുന്നാ മതി. നീ ഈ സമയം കൊണ്ട് ദേവമ്മയുടെ വിരലടയാളം കണ്ടുപിടിക്കാൻ നോക്ക്. അത് നടക്കട്ടെ. ഓക്കേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.